അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്ന, യേശു തൊട്ട, യേശു വന്ന, യേശു തൊട്ട, പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. മിറക്കിൾ സ്ട്രീംസ് എറണാകുളത്ത് ഏപ്രിൽ 15 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഏപ്രിൽ 16 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം കൊടുമ്പ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, കരിങ്ങരപ്പുള്ളി, കനാൽ ബസ് സ്റ്റോപ്പ്, ചിറ്റൂർ റോഡ്, പാലക്കാട്. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിലായിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട് എന്ന്. എന്നാൽ ആ അവയർനെസ്സിലല്ല പലപ്പോഴും നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ മറ്റും നമ്മൾ പറയുന്ന വാക്കുകളുണ്ട്, ദൈവമേ ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമേ. അത് നമ്മുടെ ഉള്ളിൽ നമ്മളങ്ങനെ പറയുന്നതിന് കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള അവയർനെസ് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പുറത്തു നിന്ന് അതിനെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ നമ്മൾ കളക്റ്റീവായ പ്രസൻസിനെ അനുഭവിക്കുന്നത്? അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതലായി അനുഭവിക്കുന്നത് എന്ന് നമ്മൾ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്നവർ പറയും, ഇപ്പോൾ നിങ്ങളെ ദൈവാത്മാവ് തൊടും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആ സമയങ്ങളിൽ കളക്റ്റീവായൊരു പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതെന്ന് നമുക്കിന്ന് കേൾക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ആ പ്രസൻസ് നമ്മൾ മാനിഫെസ്റ്റഡ് ആകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് കർത്താവിനെ അനുഭവിക്കാനായി കഴിയും. ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരു മറുപടി ആകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. കർത്താവ് നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ മഹത്വമുള്ള ലൈഫിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ അവൻ എൻ്റെ മേൽ വെച്ചിരിക്കുക. ദൈവത്തിന്റെ ആത്മാവിനെ എൻ്റെ മേൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ കഴിവുകളും എൻ്റെ മേലുണ്ട്. എനിക്ക് ലിമിറ്റ്ലെസ് ആയൊരു ലൈഫുണ്ട്. പക്ഷെ പലപ്പോഴും കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവിനെ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ ഇപ്പോൾ വർഷിപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും സാധാരണ മെസ്സേജുകൾ നമ്മൾ കേൾക്കുമ്പോഴാണെങ്കിലും നമ്മൾ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി വരാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നവരാണ്. വന്ന് നിറയണമെന്ന് പറയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ എപ്പോൾ ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞോ ആ സമയം മുതൽ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ആ പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ഇതേ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ നമ്മൾ എൻ്റെ ഉള്ളിലായിരിക്കുന്ന ആത്മാവിനെ അല്ല കാണുന്നത്, അതിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തിൽ നിന്ന് അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വേറൊരു ആത്മാവ് ഞാൻ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവേ വരണമേ എന്ന് പറയുമ്പോൾ വരികയാണോ ചെയ്യുന്നത്? എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ മാനിഫെസ്റ്റഡ് ആകുകയാണ്.
ഇവിടെ നിന്ന് വർഷിപ്പ് ചെയ്യുമ്പോഴായിരിക്കും ശുശ്രൂഷകൻ പറയുന്നത്, അയ്യോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരട്ടെ, അല്ല ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഇപ്പൊ തൊടുന്നു. നമ്മൾ ആ അവയർനെസ്സിലേക്ക് വരിക. ഒരു കളക്റ്റീവായി പ്രസൻസ് അപ്പോൾ ഇവിടെ ചലിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ അപ്പോൾ അത് അനുഭവിക്കുന്നത്. എന്നാൽ ഇതേ അനുഭവം നമുക്ക് വീട്ടിലിരിക്കുമ്പോഴും അനുഭവിക്കാം. കാരണം ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ആ അവയർനെസ്സിലായിരിക്കുമ്പോൾ എനിക്ക് അവനെ അനുഭവിക്കാനായി കഴിയും. ആ മാനിഫെസ്റ്റേഷൻ എൻ്റെ ലൈഫിലുണ്ടാകും. എനിക്ക് എപ്പോഴും ആ ആത്മാവിനെ അനുഭവിക്കാനായി കഴിയും. എനിക്ക് എപ്പോഴും ആ ദൈവസാന്നിധ്യത്തിൽ നടക്കാനായി കഴിയും. എനിക്ക് എപ്പോഴും ആ ദൈവത്തോടൊപ്പം നടന്നവന്റെ ശബ്ദത്തെ കേൾക്കാനായി കഴിയും. അത് മുകളിൽ നിന്ന് വരണ്ട, അതെന്റെ ഉള്ളിലുണ്ട്. ആ അവയർനെസ്സിൽ ഒരു വ്യക്തി ആകുമ്പോഴാണ് ആ വ്യക്തി ലിമിറ്റ്ലെസ് ലൈഫിലേക്ക് വരുന്നത്. ഒന്ന് പറഞ്ഞേ, ആ അവയർനെസ്സിൽ ഒരു വ്യക്തി ആകുമ്പോഴാണ് ആ വ്യക്തി ലിമിറ്റ്ലെസ് ലൈഫിലേക്ക് വരുന്നത്. ആ ലിമിറ്റ്ലെസ് ലൈഫിലേക്ക് ഒരു വ്യക്തി ആകുമ്പോഴാണ് അദ്ദേഹം ഗ്ലോറിയസ് ലൈഫിൽ നടക്കുന്നത്. ആ ലിമിറ്റുകൾക്കപ്പുറം, പരിധികൾക്കപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതം വരുമ്പോൾ നിങ്ങൾ പറയും, ലോകം പറയും, നിങ്ങളെ പരിചയമുള്ളവർ പറയും, ഇവന്റെ ലൈഫിൽ എന്തോ ഒരു മഹത്വം ചലിക്കുന്നുണ്ട്, അവന്റെ ലൈഫിൽ കർത്താവ് ചലിക്കുന്നുണ്ട്, അവൻ ആരാധിക്കുന്ന ദൈവം അവനെ കരുതുന്നത് കാണാനായി കഴിയും. അപ്പോഴാണ് ആളുകൾ നിങ്ങളെ അസൂയോടെ നോക്കുന്നത്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറഞ്ഞേ, മറ്റുള്ളവർ അസൂയോടെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നിന്റെ ഉള്ളിലുള്ള ആത്മാവിനെ നീ തിരിച്ചറിയണം. അവയർനെസ്സിലേക്ക് നീ വരണം. അവയർനെസ്സിലേക്ക് വരുമ്പോൾ എന്ത് തോന്നും? എനിക്ക് മനസ്സിലാവും, ഞാൻ ലിമിറ്റ്ലെസ് ആയ വ്യക്തിയാണ്. എന്റെ ലൈഫ് ലിമിറ്റ്ലെസ് ആണ്. എനിക്ക് പരിധികളില്ല. ഞാൻ ആ ബൗണ്ടറീസിനെയൊക്കെ പൊട്ടിച്ചിട്ട് അപ്പുറത്ത് പോകേണ്ട വ്യക്തിയാണ്. അങ്ങനെ ഒരു ആത്മാവാണ് എന്റെ ഉള്ളിൽ ആയിരിക്കുന്നത്. എനിക്ക് എവിടെയും എത്തുവാനായി കഴിയും. ഞാൻ പരിധിയില്ലാത്ത വ്യക്തിയാണ്. ഒരു പരിധിയും എന്റെ മുൻപിൽ ഇല്ല എന്നതാണ് എന്റെ ഗ്ലോറിയസ് ലൈഫ് എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞേ, നിന്റെ മുൻപിൽ ഒരു പരിധിയുമില്ല, നിനക്കൊരു ലിമിറ്റും ഇല്ല എന്ന് പറഞ്ഞാട്ടെ. നിനക്ക് എവിടെ വേണമെങ്കിലും എത്താനായി കഴിയും. എന്താ കാരണം? ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വസിക്കുന്നു. അതിനി വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കഴിഞ്ഞ ആഴ്ച ഏട്ടൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, അത് പ്രസന്റ് അവർ ഇൻഹെറിറ്റൻസ് ആണ്. നിനക്ക് ഈ സമയം അത് അനുഭവിക്കാം. ഈ സമയത്തെ നിന്റെ അവകാശത്തെ നിനക്ക് ഈ സമയം തന്നെ അനുഭവിക്കാം. അത് നാളെ വരും, നാളെ വരും, നാളെ വരും എന്ന് പ്രതീക്ഷിക്കേണ്ട. അയ്യോ അത് എന്റെ മേൽ വരും, എന്റെ ജീവിതത്തിൽ വരും, നാളെ ഞാൻ അനുഭവിക്കും എന്ന് പറയേണ്ട. അതിപ്പോൾ അനുഭവിക്കാം. ഈ സമയം കർത്താവ് നിനക്ക് എന്ത് കരുതി വെച്ചിരിക്കുന്നുവോ അതൊന്നും നിനക്ക് നഷ്ടമാകത്തില്ല. അതൊന്നും നിനക്ക് നഷ്ടമാകത്തില്ല. നീ ഇപ്പോൾ അനുഭവിക്കേണ്ട ഒരു നന്മ പോലും നിന്റെ ജീവിതത്തിൽ നീ നഷ്ടമാക്കത്തില്ല എന്ന് പറഞ്ഞ് എന്റെ മേൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. അവനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചിലത് കാണാനായി തുടങ്ങും. ഞാൻ എൻ്റെ ലൈഫിൽ ചിലത് കാണാനായി തുടങ്ങും. ഞാൻ ആ മഹത്വമുള്ള ലൈഫിലേക്ക് ഞാൻ എൻട്രി ചെയ്ത് സകല ലോകവും കാണും, സകല രാജ്യവും കാണും, സകല ദേശവും കാണും. എൻ്റെ വാക്കുകളിൽ അതുണ്ടാകും. അൺഎൻഡിങ് സക്സസ് എന്ന് പറഞ്ഞേ, അൺഎൻഡിങ് സക്സസ്. എന്റെ ജയത്തിന് അവസാനമില്ല. എന്റെ അവസരങ്ങൾക്ക് അവസാനമില്ല. എന്റെ ജയങ്ങൾക്ക് അവസാനമില്ല. ഞാൻ എവിടെയും ജയാളിയാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ എവിടെയും ജയാളിയാണ്. കാരണം എന്താ? പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വസിക്കുന്നു. ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഒന്ന് പറഞ്ഞേ, ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഇന്നത്തെ ഈ മെസ്സേജ് മുഴുവനും കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാ കൺഫ്യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? എല്ലാം നെഗറ്റീവ് തോട്ട്സുകളുമാണ് കൺഫ്യൂസ് ചെയ്യുന്നത്. കേട്ടത്, കണ്ടത്, അപ്പൻ പറഞ്ഞു കേട്ടത്, അമ്മ പറഞ്ഞു കേട്ടത്, കൂട്ടുകാർ പറഞ്ഞു കേട്ടത്. പക്ഷേ ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി കൺഫ്യൂസ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ?
ദൈവജനം എന്നോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ ദാസന്മാർ എന്നോട് പറഞ്ഞത്, ഞാൻ കേട്ട ദൈവത്തിൻ്റെ ശബ്ദത്തെ ഞാൻ കൺഫസ് ചെയ്യുമ്പോൾ ഞാൻ ചിലതിനെ കാണാൻ തുടങ്ങും. അതെന്നെ കൺട്രോൾ ചെയ്യും, അതെന്നെ കൺട്രോൾ ചെയ്യും എന്ന് പറഞ്ഞാൽ അതെന്നെ കൺട്രോൾ ചെയ്യും. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം. ലൂക്കോസ് 24 അധ്യായം അതിൻ്റെ 49 വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്നും അവരോട് പറഞ്ഞു. അവിടെ ഇംഗ്ലീഷ് ലിസൺ കെയർഫുള്ളി എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാട്ടെ. എന്താണെന്ന് അറിയാവോ? പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുമ്പോൾ നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ഒന്ന് പറഞ്ഞേ, ശക്തി ധരിക്കുവോളം. യു ആർ ക്ലോത്ത്ഡ്. നിങ്ങൾ അവനെ ധരിക്കുക. ആരെയാ ധരിക്കുന്നതെന്നറിയോ? പരിശുദ്ധാത്മാവിനെ ഞാൻ ധരിച്ചിരിക്കുകയാണ്. എന്റെ മേൽ ഒരു വാഗ്ദത്തം വന്നിരിക്കുകയാണ്. അതെന്താണ്? പിതാവ് ഒരു വാഗ്ദത്തം പറഞ്ഞിരിക്കുകയാണ്, ആത്മാവിനെ എന്റെ മേൽ അയക്കുമെന്ന്. ആ ഹോളി സ്പിരിറ്റിനെ ഞാൻ ഇപ്പോൾ ധരിച്ചിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ, ഐ എം ക്ലോത്ത്ഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്. ഞാൻ അവനെ ധരിച്ചിരിക്കുകയാണ്. ഞാൻ അവനെ ധരിച്ചിരിക്കുകയാണ്. ഞാൻ അവനെ ധരിച്ചിരിക്കുകയാണ്. ഞാനൊരു വസ്ത്രം ധരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ ധരിച്ചിരിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഫുള്ളി എക്വിപ്ഡ് ആയിരിക്കുന്നു. ഫുള്ളി എക്വിപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെന്നെ സജ്ജമാക്കിയാണ്. ഞാനാ ദൈവത്തിന്റെ ആത്മാവിനെ ധരിച്ചപ്പോൾ അവൻ എന്നെ എല്ലാ വിധത്തിലും സജ്ജമാക്കി. എപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നോ, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നിട്ട് എവിടെയോ ഒളിച്ചിരിക്കുന്നു, അകത്തെവിടെയോ ഉണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്, അവനെ നീ ധരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നീ ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ ആത്മാവിനെ ധരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ആത്മാവിനെ എന്റെ മേൽ പകർന്നിരിക്കുന്നത്? ആ ആത്മാവിനെ ഫുള്ളി എക്വിപ്ഡ് ആക്കിയാണ് എല്ലാ കാര്യത്തിലും. ഒന്ന് പറഞ്ഞേ, എല്ലാത്തിലും അവൻ എന്നെ സജ്ജമാക്കിയാണ്. അവൻ എന്നെ ഫുള്ളി എക്വിപ്പ് ചെയ്തിരിക്കുകയാണ്. അവന്റെ ശക്തി കൊണ്ട് എന്നെ നിറച്ചിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ, അവന്റെ ശക്തി കൊണ്ട് എന്നെ നിറച്ചിരിക്കുകയാണ്. ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെ ധരിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ആത്മാവിനകത്തായിരിക്കുന്നത്. എന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ ധരിച്ചിരിക്കുക. എന്റെ ഈ ശരീരത്തിന്റെ പുറം മുഴുവനും ആത്മാവ് മൂടിയിരിക്കുക. ആത്മാവ് മൂടിയിരിക്കുക. അവന്റെ ശക്തിയാൽ ഞാൻ നിറഞ്ഞിരിക്കുക. അവന്റെ ശക്തിയാൽ ഞാൻ നിറഞ്ഞിരിക്കുക. ഞാൻ ആത്മാവിനെ മൂടിയിരിക്കുക. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം അതിന്റെ 27 വാക്യം. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്ത് എഴുതിയിരിക്കുന്നറിയോ? യു ഹാവ് ക്ലോത്ത് യുവർ സെൽഫ് വിത്ത് ക്രൈസ്റ്റ്. നീ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞേ, ഞാൻ ആത്മാവിനെ ധരിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഞാൻ ആത്മാവിനെ ധരിച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതെന്നെ എംപവർ ചെയ്യുന്നുണ്ട്. അവനെന്നെ ശക്തീകരിക്കുക. ഒന്ന് പറഞ്ഞേ, അവനെന്നെ ശക്തീകരിക്കുക. അവനെന്നെ എക്വിപ്പ് ചെയ്യുക. ആത്മാവ് എന്തിനാ എന്നിൽ മേൽ വന്നതെന്നറിയാവോ? അവൻ എന്നെ എല്ലാ കാര്യത്തിലും എക്വിപ്പ് ചെയ്യുക. അവൻ എന്നെ എല്ലാ കാര്യത്തിലും സജ്ജമാക്കിയ. എല്ലാത്തിലും അവന്റെ ശക്തി എന്റെ മേൽ പകർന്നിരിക്കുക. എന്ന് പറഞ്ഞ് ഞാനൊരു സാധാരണ വ്യക്തിയല്ല. ഞാൻ ദൈവത്തെ ധരിച്ചിരിക്കുക. പരിശുദ്ധാത്മാവിനെ ധരിച്ചിരിക്കുക. എന്റെ ഔട്ടർ ബോഡി എന്ന് പറയുന്ന, ഔട്ടർ കവർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാ. ഞാൻ ആ സാന്നിധ്യത്തിനകത്താണ് ആയിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഞാൻ ആ സാന്നിധ്യത്തിനകത്താണ് ഞാൻ ആയിരിക്കുന്നത്. നമ്മള് പടം അല്ലെങ്കിൽ ഭക്തന്മാരുടെ പടമോ അല്ലെങ്കിൽ വിശേഷപ്പെട്ടവരുടെ പടമൊക്കെ കാണുമ്പം അവരുടെ തലയിൽ ചുറ്റും ഒരു സർക്കിൾ കാണും. എന്താണ്? ഒരു വെളിച്ചം. ഇതേപോലെ ഒരു കൂടിനകത്താണ് നിങ്ങളായിരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിന്റെ ഒരു വസ്ത്രത്തിനകത്താണ് ആയിരിക്കുന്നത്. നമുക്കൊരു വാക്യത്തിലേക്ക് വരാം.
അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ആമേൻ എന്ന് പറഞ്ഞേ, ശക്തി ലഭിച്ചിട്ട്. ശക്തി ലഭിച്ചിട്ട്. ഈ ശക്തിക്ക് 3 വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് എബിലിറ്റി, ഒന്ന് എഫിഷ്യൻസി ആൻഡ് മൈറ്റ്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവ്, ശേഷി. ഒന്ന് പറഞ്ഞേ, കഴിവ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതും കാര്യശേഷി എന്നാണ്. ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ആ വ്യക്തിയിൽ ദൈവത്തിന്റെ കഴിവുകൾ വരികയാണ്. ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ ആ വ്യക്തിയിൽ അവന്റെ എഫിഷ്യൻസി വരികയാണ്. ഒന്ന് പറഞ്ഞേ, എന്റെ മേൽ അവന്റെ കഴിവ് വസിക്കുന്നു. എന്റെ മേൽ അവന്റെ കഴിവ് വസിക്കുന്നു. എന്റെ മേൽ അവന്റെ എഫിഷ്യൻസി വസിക്കുന്നു. എന്റെ മേൽ അവന്റെ എഫിഷ്യൻസി. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നത് എന്തിനാണെന്ന് അറിയാവോ? അവൻ എന്നെ ഒരുക്കുകയാണ്. ആത്മാവ് എന്റെ മേൽ വസിക്കുമ്പോൾ ഞാൻ പിന്നെ ഒരു സാധാരണ വ്യക്തിയല്ല, അവന്റെ കഴിവ് എന്നിൽ വസിക്കുക. ഞാൻ പിന്നെ കഴിവില്ലാത്ത വ്യക്തിയല്ല. അയ്യോ, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാ നിങ്ങൾ പറയുന്നെങ്കിൽ അവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വസിക്കുമ്പോൾ ഞാൻ സകല കാര്യത്തിലും കഴിവുള്ള വ്യക്തിയാണ്. ഒന്ന് പറഞ്ഞേ, ഞാൻ സകല കാര്യത്തിലും കഴിവുള്ള വ്യക്തിയാണ്. ഞാൻ സകല കാര്യത്തിലും എഫിഷ്യന്റ് ആണ്. ഐ മീൻ, എനിക്ക് ഒരു കാര്യത്തിലും കഴിവില്ലാതില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വരുമ്പോൾ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമോ? അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് ചോദിച്ചാൽ, നിനക്കെല്ലാം ചെയ്യാൻ കഴിയുമോ? അവന്റെ ആത്മാവ് നിന്റെ മേൽ വസിക്കുമ്പോൾ അവന്റെ കഴിവും എന്റെ മേൽ വസിക്കുന്നു. അവന്റെ എഫിഷ്യൻസി എന്റെ മേൽ വസിക്കുന്നു. അപ്പൊ എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ കഴിയുമോ? അടുത്തിരിക്കുന്ന ആളുടെ കൈ എടുത്തിട്ട് പറഞ്ഞേ, എല്ലാ കാര്യവും നിനക്ക് ചെയ്യാനായി കഴിയും. നീ എല്ലാ കാര്യത്തിലും കഴിവുള്ള വ്യക്തിയാണ്. നീ എല്ലാ കാര്യത്തിലും എഫിഷ്യന്റ് ആണ്. അയ്യോ, അതെനിക്ക് അറിയത്തില്ല. നോ, അയ്യോ അതെന്നെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെയല്ല. എല്ലാ കാര്യവും, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ സകല കാര്യവും നിനക്ക് ചെയ്യാനായി കഴിയും. പരിശുദ്ധാത്മാവ് എന്നു മുതലാണോ എൻ്റെ മേൽ വസിക്കാൻ തുടങ്ങിയത്, അന്നു മുതൽ ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ നടത്തുന്നത്, എന്നെ കൺട്രോൾ ചെയ്യുന്നത്. ആ വിധത്തിൽ എന്നെ വിട്ടുകൊടുക്കുമ്പോൾ എൻ്റെ ലൈഫ് പരിപൂർണമായിട്ടും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാകുകയാണ്. ഞാനൊരു പുതിയ വ്യക്തിയായി തീരുകയാണ്. ഐ മീൻ, കർത്താവ് നിങ്ങളെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ. ദൈവമായി ചേർന്ന് നടക്കുവാൻ, ഇഷ്ടത്തിനനുസരിച്ച്, ആ നിറവിനനുസരിച്ചാകുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദർ, ഈ സഹോദരൻ്റെ പേര് മുരളി എന്നാണ്. ആലുവയിൽ നിന്നാണ് ഈ സഹോദരൻ വരുന്നത്. 5 മാസങ്ങൾക്ക് മുമ്പേ ഈ ബ്രദറിന് സ്ട്രോക്ക് വന്ന കാരണം കൈയും കാലും തളർന്നു പോയി. 5 മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റിലുമായിരുന്നു. വാക്കറിലായിരുന്നു ഈ ബ്രദർ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഒക്ടോബർ മാസത്തിലെ നമ്മൾ പബ്ലിക് മീറ്റിങ്ങിൽ വന്നു പങ്കെടുത്തു. അതിന് ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വാക്കറെ എടുത്തു മാറ്റി. ബ്രദറാണ് അതെടുത്ത് വലിച്ചെറിഞ്ഞത്. ഇപ്പോൾ വാക്കർ ഇല്ലാതെ ബ്രദറിന് നടക്കാം. ബ്രദർ എന്ന് മീറ്റിങ്ങിന് വന്നേ? ഒക്ടോബറിൽ വന്നപ്പോ വാക്കറിലാണ്. അന്ന് എത്ര നാളായിട്ട് വാക്കറിലായിരുന്നു? 6 മാസമായിട്ട് വാക്കറിലായിരുന്നു. അന്ന് ഇവിടെ വന്നപ്പോ വാക്കറിലാണ് വന്നത്. അന്ന് വാക്കർ മാറ്റി. അന്ന് മുതൽ വാക്കറിലാണ് നടക്കാം. നിങ്ങളാരും കൈയടിച്ചില്ലല്ലോ, രാമയൻ പറഞ്ഞില്ലല്ലോ. ചേച്ചി വാക്കറിലല്ല, വീട്ടിൽ പോലും നടക്കത്തില്ലായിരുന്നു. എന്തുവായിരുന്നു അതിന്റെ കാരണം? തളർന്നതാണ്. ചുണ്ടൊക്കെ ഇങ്ങനെ കോടിപ്പോയി. ചുണ്ട് കൂടിപ്പോയി. ഓക്കെ, ഒരു സൈഡും തളർന്നായിരുന്നു. കൈക്ക് ബലമില്ലായിരുന്നു. അതുകൊണ്ട് നടക്കാൻ കാലിനും ഇല്ലായിരുന്നു ബലം. അപ്പൊ അതുകൊണ്ട് വാക്കറിലായിരുന്നു വീട്ടിൽ പോലും നടന്നിരുന്നത്. അന്ന് ഇവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞു പോയപ്പോ മുതൽ വാക്കറില്ലാതെ നടക്കാൻ തുടങ്ങി. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുക്കാൻ കർത്താവിന് സന്തോഷമുള്ള കാര്യമോ? ബ്രദറിന്റെ പേരെന്തുവോ? മുരളി. എവിടുന്ന വരുന്നേ? അപ്പൊ ആലുവയിൽ നിങ്ങളുടെ വീട്ടിന് ചുറ്റുപാടുള്ള ആളുകൾക്കെല്ലാം ഈ കാര്യം അറിയായിരിക്കുമല്ലോ. മക്കൾക്കെല്ലാം അറിയത്തില്ലേ? സത്യമല്ലേ പറയുന്നേ? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു കാര്യം വന്ന് പറയുന്നത് വലിയ കാര്യമോ? തളർന്നു കിടന്നയാള്, വാക്കറിൽ വന്നയാള് ഇപ്പോൾ നടക്കുന്നു. ആമേൻ. ഒരു സന്തോഷത്തോടെ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. നടക്കില്ല ഏട്ടനപ്പോ?
വടി വേണോ? ഒരു വശം തളർന്നു പോയോ? യേശുപിജ ഇദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് തളർന്നത് പരിപൂർണമായും സൗഖ്യമാവട്ടെ. കണ്ണടയ്ക്ക്. ഒരു വശം തളർന്നത് പരിപൂർണമായിട്ട് സൗഖ്യമാവട്ടെ. അങ്ങോട്ട് സൗഖ്യമാക്കുന്ന ശക്തി തൊടട്ടെ അപ്പം. സൗഖ്യമാക്കുന്ന ശക്തി തൊടട്ടെ അപ്പം. വെടിവെക്കുന്ന ശക്തി തൊടട്ടെ അപ്പം. വടിയങ്ങ് തന്നെ. മെല്ലെ നടന്നേ. നടക്ക്. ഞാൻ പ്രാർത്ഥിച്ച് നടക്കാനാ. വാ, തിരിച്ചങ്ങോട്ട് നടക്ക്. വടിയുടെ ആവശ്യമില്ലല്ലോ. വടി എന്തിനാ? വാ, വടി വേണമെങ്കിൽ തരാം. ഒരു കുഴപ്പമില്ലല്ലോ നടക്കുന്നില്ല. ഇയാൾക്ക് വല്ല കുഴപ്പം കാണാനുണ്ടോ നിങ്ങൾക്ക്? ലോ പ്രഷർ ഞാൻ പ്രാർത്ഥിക്കാം. ചേട്ടൻ നടക്ക്. ഇവൾക്ക് വല്ല കുഴപ്പമുണ്ടോ നിങ്ങളുടെ കണ്ണില്? നിങ്ങളുടെ ഭർത്താവിന് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. വടി കൊടുക്കണോ? വേണ്ട, വടി വേണ്ട. വടിയും കുട്ടി വന്നതാ കേട്ടോ. ഒന്ന് കൈ അടിക്കാത്ത നിങ്ങൾ. വടി വേണോ? വടി വേണ്ട. ആ പ്രഷർ അങ്ങ് നോർമലാകട്ടെ അപ്പം. പ്രഷർ അങ്ങ് നോർമലാകട്ടെ അപ്പം. നിങ്ങൾ പോയിക്കോളൂ, ഇത്രയും മതി. മുരളിക്ക് ഈ ദേഹത്തിന് കൊടുത്ത ദൈവിക സൗഖ്യത്തിന് നന്ദി. ഈ ആളുകൾ, ചില ആളുകളെങ്കിലും ഒക്കെ പറയുവേ നിങ്ങൾക്ക് പൈസ തന്നിട്ട് എങ്ങനെ പറയിപ്പിക്കുന്നത്, അങ്ങനെയാണോ? അല്ല, സത്യമായിട്ട് നിങ്ങൾക്ക് സത്യമായിട്ടും കിട്ടിയ സൗഖ്യം. ഓക്കെ, സന്തോഷമായിട്ട് പോയട്ടെ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. TV പ്രേക്ഷക സംഗമം നെയ്യാറ്റിങ്കര ഏപ്രിൽ 21 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം സ്വദേശാഭിമാനി ടൗൺ ഹാൾ, ആലിമൂട്. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഏപ്രിൽ 22 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം വിൽവേഴ്സ് യൂത്ത് സെന്റർ ഹാൾ, ഓപ്പോസിറ്റ് എലൈറ്റ് ഹോട്ടൽ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്. TV പ്രേക്ഷക സംഗമം തൃശൂർ ഏപ്രിൽ 23 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ജോണക്കര മെമ്മോറിയൽ ഹാൾ, ഒല്ലൂർ. കർത്താവ് ചെയ്ത ദൈവിക അത്ഭുതങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിക്കുമ്പോൾ ആ പ്രസൻസിൻ്റെ ആ സ്പർശനം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുകയാണ്. അത് കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം തന്നെ അത് അനുഭവിക്കുകയാണ്. ഓരോ സാക്ഷ്യവും നമ്മൾ കാണുമ്പോൾ, ഓരോ സാക്ഷ്യവും നമ്മൾ കേൾക്കുമ്പോൾ ആ പ്രസൻസ് നമ്മളെ തൊടുന്നത് നമുക്ക് അനുഭവിക്കുവാനായി കഴിയും. എന്നോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങൾ പ്രശ്നത്തിലോ പ്രയാസത്തിലോ വേദനയിലോ ആയിരിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അപ്പോൾ എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്ന കർത്താവേ, ദൈവജനം പറയുകയും പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്നിടത്ത് ഒരു സാന്നിധ്യം ചലിക്കും, ഒരു പ്രസൻസ് ഉണ്ടാകും, ദൂതന്മാരുടെ സന്ദർശനങ്ങളുണ്ടാകും. കർത്താവേ, എന്നെ കാണുന്ന ഈ കുടുംബങ്ങളിൽ അവ വ്യക്തിപരമായി ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ, ദൈവസ്നേഹത്തെ അനുഭവിക്കട്ടെ അപ്പാ, ആ ദൈവിക നിറവിലായിത്തീരട്ടെ അപ്പാ, അത്ഭുതങ്ങളായിത്തീരട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു, അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയുന്നു, അവിടുത്തെ അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഈ വീടുകളിൽ ദൈവസാന്നിധ്യത്തിന് നിറവുണ്ടാകട്ടെ. ഈ വീടുകളിൽ ദൈവിക സമാധാനം ചലിക്കട്ടെ. ഈ വീടുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി. അവിടുത്തെ സ്നേഹത്തിനായി നന്ദി, അത്ഭുതങ്ങൾക്കായി നന്ദി. അവിടുത്തെ സ്നേഹത്തിനായി നന്ദി, അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, എന്നെ കാണുന്ന നല്ല വണ്ണമുള്ളൊരു മോള്, അധികം പ്രായമൊന്നുമില്ല, 15 വയസ്സിൽ താഴെയുള്ള ഒരു മോള്. ആ മോളെ കർത്താവ് തൊടുന്നത് കാണാം. ആ മോൾക്ക് ഓരോ ദിവസം മാറി മാറി ഓരോ അസുഖങ്ങൾ, സ്കിന്നിൽ പ്രയാസം, അല്ലെങ്കിൽ ആഹാരം കഴിക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഛർദ്ദിക്കാൻ വരുന്നു, തലവേദന, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളാൽ പ്രയാസത്തോടായിരിക്കുന്നത് ആ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. അപ്പോൾ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ അവിടുത്തെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവേ, ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത ചലിക്കട്ടെ അപ്പാ, ശ്രേഷ്ഠത ചലിക്കട്ടെ അപ്പാ. ഓരോരുത്തരും അത്ഭുതങ്ങളിൽ ജീവിക്കട്ടെ. സ്വർഗീയ പിതാവേ,
അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വലിയ സ്നേഹത്തിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.